അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 9, 2019 തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വിവേകാനന്ദ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അതിലൂടെ ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളും മറ്റൊക്കെ വാങ്ങിയിട്ടായിരുന്നു ആ സ്ത്രീ നടന്നു പോകുന്നുണ്ടായിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മുഴുവൻ ആ ഒരു സ്ത്രീയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പല കാര്യങ്ങളും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം മുൻപാണ് അവർ ആ ഒരു സ്ട്രീറ്റിൽ വാടകയ്ക്ക് ഒരു വീടെടുത്ത് ഇങ്ങനെ താമസം തുടങ്ങിയത്, അവരും അവരുടെ ഹസ്ബൻഡും. എന്നാൽ സീനതൊന്നായിരുന്നില്ല. ആളുകൾ കുശുകുശുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുശുമ്പ് പറയായിരുന്നു. അതായത് ആ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി ഏജ് തോന്നും, ഇവരുടെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ തീരെ ഏജ് ഇല്ല. അപ്പോൾ ഇവർ ശരിക്കും ഭാര്യയും ഭർത്താവും തന്നെയാണോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റപ്പാണോ, ഇവർ എന്താണ് ഇവിടെ ഒന്ന് താമസിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഗ്രാമത്തിലുള്ള ആ സ്ട്രീറ്റിൽ താമസിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായത്. ആ ഒരു സ്ട്രീറ്റിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇതായിരുന്നു സംസാരം, ഈ ഒരു സ്ത്രീയും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും. അങ്ങനെ പിറ്റേ ദിവസമായി, അതായത് 10-ാം തീയതി, അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രീറ്റിൽ നിന്ന് എന്തോ ഒരു വൃത്തിയായിട്ട് സ്മെല്ല് വരികയാണ്. അപ്പോൾ ആദ്യം നാട്ടുകാരും തന്നെ അത് ബോധർ ചെയ്തില്ല, എന്തെങ്കിലുമൊക്കെ ചത്ത് കിടക്കായിരിക്കും എന്നുള്ള ഒരു രീതിയിലായിരുന്നു അവരതിനെ തള്ളിക്കളഞ്ഞു. എന്നാൽ ഈവനിങ് ഒക്കെ ആയപ്പോൾ ആ ഒരു സ്മെല്ല് കൂടുതൽ രൂക്ഷമായി തുടങ്ങുകയാണ്. അപ്പോൾ ആളുകൾ ആ ഒരു സ്മെല്ല് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഈ പുതിയ വാടകക്കാർ വന്ന വീട്ടിൽ നിന്നാണ് ആ സ്മെല്ല് വരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വീടിൻ്റെ അവിടോട്ട് ചെന്ന് നോക്കിയപ്പോൾ വീട് പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാർ നോക്കുമ്പോൾ സ്മെല്ല് കൂടി വരുന്നുമുണ്ട്. ആ ഒരു വീട്ടിലുണ്ടായിരുന്ന വാടകക്കാരാണെന്നുണ്ടെങ്കിൽ കാണാനുമില്ല, അവർ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്ത് പോയിട്ടുമുണ്ട്. അപ്പോൾ നാട്ടുകാർക്ക് എന്തൊക്കെയോ പന്തികേട് ഫീൽ ചെയ്യുകയാണ്. സോ ഈ ഒരു നവംബർ 9-ാം തീയതി രാത്രി അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? നാട്ടുകാർ സംശയിക്കുന്നത് പോലെ ഇവർ യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെയാണോ? ആ ഒരു വീട്ടിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നോ? ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. പുറത്തുനിന്ന് അവർ വീട് ലോക്ക് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ നേരെ ഹൗസ് ഓണറിനെ കോൺടാക്ട് ചെയ്യാണ്. ഹൗസ് ഓണർ ഇതേപോലെ തന്നെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അവരുടെ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അടുത്തതായിട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നിയതുകൊണ്ട് തന്നെ നേരെ തൂത്തുക്കുടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ പോലീസുകാർ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അവർ എന്താണെങ്കിലും ആ ഒരു ഡോറ് പൊളിച്ച് അകത്ത് കയറി നോക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോഴത്തേനും സ്മെല്ല് അത്യാവശ്യം സ്മെല്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോലീസുകാർ മാസ്കും കാര്യങ്ങളൊക്കെ ധരിച്ചിട്ടായിരുന്നു ആ ലോക്ക് പൊളിച്ച് അകത്തോട്ട് കയറിയത്. എന്നാൽ അകത്ത് കയറി അവർ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോവുകയാണ്. ആ വീടിൻ്റെ ഉള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതൊരു സ്ത്രീയുടെ ബോഡിയാണെന്നുള്ളത് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ക്രൈം സീനും കാര്യങ്ങളൊക്കെ സെക്യൂർ ചെയ്തു. അപ്പോഴത്തേനും ഫോറൻസിക് ടീമിനൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഫോറൻസിക് ടീം സ്ഥലത്തെത്തി അവർ തെളിവെടുപ്പുകളും മറ്റുമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ ബോഡിയും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് അയക്കുകയും ചെയ്തു. അതിനുശേഷം പോലീസുകാർ ക്വസ്റ്റ്യനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവർ ആദ്യം തന്നെ ചോദ്യം ചെയ്തത് ഹൗസ് ഓണറെ ആയിരുന്നു. ഹൗസ് ഓണറുടെ അടുത്ത് ആരാണ് ഈ വാടകക്കാരെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള കറുപ്പ് സ്വാമിയും ആളുടെ വൈഫായിട്ടുള്ള കവിതയുമാണെന്നുള്ളതായിരുന്നു ആളുടെ മറുപടി. ഒരു 2-3 ദിവസമായിട്ടുള്ളൂ അവർ അങ്ങോട്ട് വാടകയ്ക്കായിട്ട് വന്നിട്ട്. അപ്പോൾ പോലീസുകാർക്കുണ്ടായ ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മരിച്ചത് കവിതയാണോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത്. അതായത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ കവിതയായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കറുപ്പ് സ്വാമിയും കവിതയും കൂടെ ചേർന്നിട്ട് വേറെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയതാണോ എന്നുള്ളൊരു ചിന്ത കൂടെ പോലീസിനുണ്ടായിരുന്നു. അതായത് ഈ ഒരു കേസ് തുടങ്ങിയപ്പോൾ തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു ഈ ഒരു കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. സോ അടുത്തതായിട്ട് കറുപ്പ് സ്വാമിയെ കിട്ടണം. ആളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കേസിന് ഒരു ലീഡ് കിട്ടുള്ളൂ. അപ്പോൾ പോലീസുകാർ ഈ ഒരു കറുപ്പ് സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതേപോലെ തന്നെ ആരെങ്കിലും മിസ്സിംഗ് കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടെ പോലീസുകാരെ അന്വേഷിക്കുകയാണ്. അടുത്ത സ്റ്റേഷനുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേപോലെ തന്നെ ഏതെങ്കിലും സ്ത്രീ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് വരുമ്പോഴാണ് 2 ദിവസം മുൻപ് ഇത്തരത്തിലുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നതായിട്ട് പോലീസിന് മനസ്സിലാകുന്നത്. തൂത്തുക്കുടിയിൽ നിന്നുള്ള വടപ്പാക്കം സ്റ്റേഷനിലായിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ വൈഫിനെ കാണാനില്ല എന്നുള്ളൊരു മിസ്സിംഗ് കംപ്ലൈൻ്റ് ആയിരുന്നു ആൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ വൈഫിൻ്റെ പേരും കവിത തന്നെയായിരുന്നു. പോലീസുകാർ നോക്കുമ്പോൾ അതും കവിത, ഇവിടെ ഉണ്ടായിരുന്ന ആളും കവിത, അതേപോലെ തന്നെ ഈ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി ആ കവിതയുടേതാകാനുള്ള സാധ്യതയുണ്ട്.
പിന്നെ മുത്തുരാജ കൊടുത്ത കംപ്ലൈന്റിൽ തൻ്റെ വൈഫ് എപ്പോഴും ഒരു മുക്കുത്തി ധരിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോലീസുകാർ ആ ഒരു മുക്കുത്തി ആ ബോഡിയിലുണ്ടോ എന്ന് നോക്കുകയാണ്. എന്നാലും പോലീസിന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കിയത് മറ്റേ കാര്യം തന്നെയായിരുന്നു. അതായത് ഈ മുത്തുരാജയുടെ വൈഫിൻ്റെ പേരും കവിത എന്നാണ്. അവർ മൂക്കുത്തി ധരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ മറ്റേ സ്ത്രീയുടെ പേരും കവിത എന്ന് തന്നെയാണ്. അവരും മൂക്കുത്തി ധരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ മറ്റേ ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയാണ്. പിന്നെ ഈ സംഭവം നടന്നതും അടുത്തടുത്ത സ്ഥലങ്ങളിലാണ്. ഈ ഒരു മുത്തുരാജിൻ്റെ വൈഫിനെ കാണാതായിട്ട് ഒരു 2-3 ദിവസമായിട്ടുള്ളൂ. ഇവർ രണ്ടുപേരും ഇവിടെ താമസം തുടങ്ങിയതും ഒരു 2-3 ദിവസം മുന്നേ തന്നെയാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഈ 2 കവിതയും ഒരു കവിതയാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. പിന്നെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മുക്കുത്തി ഉണ്ടല്ലോ, ഒരു ഡയമണ്ടിൻ്റെ മുക്കുത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു മുക്കുത്തി ഇതേപോലെ തന്നെ മുത്തുരാജയുടെ അടുത്ത് കാണിച്ചപ്പോൾ അത് തൻ്റെ വൈഫിൻ്റെ മുക്കുത്തിയാണെന്നുള്ളത് ആൾ പറയുകയാണ്. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുള്ളത് പോലീസിന് മനസ്സിലാവുകയാണ്. ഇനി അടുത്തതായിട്ട് വേണ്ടത് കറുപ്പുസ്വാമിയാണ്. അങ്ങനെ കറുപ്പുസ്വാമിക്ക് വേണ്ടിയിട്ട് വല വിരിച്ച് അന്വേഷിക്കാനായിട്ട് പോലീസുകാർ തുടങ്ങി. ആദ്യം തന്നെ പോലീസുകാർ ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ടാണ് അന്വേഷിച്ചത്. കാരണം ആളൊരു ഓട്ടോ ഡ്രൈവറാണല്ലോ. എന്നാൽ ഓട്ടോ സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോക്കാർക്കൊന്നും ഇയാൾ എവിടെ പോയി എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ട് ഇയാളെ കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു അവർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി. പിന്നെ കറുപ്പുസ്വാമിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ആൾ തൂത്തുക്കുടി വിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് പോലീസിന് മനസ്സിലായി. പിന്നെയും അയാൾ ട്രാക്ക് ചെയ്ത് വന്നപ്പോഴാണ് ആൾ അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് തിരുപ്പൂർ പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് മനസ്സിലാകുന്നത്. എന്നിട്ട് ഈ ഒരു കറുപ്പുസ്വാമിയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. അപ്പോഴാണ് അവർക്ക് ആൾ എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. തിരുപ്പൂരുള്ള തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആൾ ഒളിവിൽ കഴിയുകയായിരുന്നു. പോലീസുകാർ രാത്രിക്ക് രാത്രി തന്നെ ആ ഒരു വീട് വളയുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഈ കറുപ്പുസ്വാമിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അങ്ങനെ കറുപ്പുസ്വാമിനെ നേരെ തൂത്തുക്കുടിയിലോട്ട് കൊണ്ടുവന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കവിതയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പോലീസുകാർ എടുക്കുകയാണ്. അപ്പോഴാണ് അതിൽ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പോലീസിന് മനസ്സിലാകുന്നത്. തിരുപ്പൂരുള്ള പള്ളടാണ് അവരുടെ യഥാർത്ഥ സ്ഥലം. അപ്പോൾ അവിടെ പെരുമാൾ എന്ന് പറയുന്ന ഒരാളെ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വിവാഹ ബന്ധത്തിൽ ഇവർക്ക് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വിവാഹം കഴിഞ്ഞ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ടായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ലാസ്റ്റ് കവിത ഈ ഒരു പെരുമാളിനെ പിരിഞ്ഞു പോവാണ്. 2017 അത് നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ 2 കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 കുട്ടികളും അച്ഛൻ്റെ കൂടെ ആയിരുന്നു പോയിരുന്നത്. ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അതിനുശേഷം എന്തായാലും ആ നാട്ടിൽ ഇനി താൻ നിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലോട്ടാണ് അവരെത്തിയത്. കാരണം അവർക്ക് അവിടെയുള്ള നാട്ടുകാരെ ഫേസ് ചെയ്യാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. റിലേറ്റീവ്സിനെ ഇടക്കിടക്ക് കാണാൻ വരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സിനെ വരെ കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് തിരുപ്പൂരുള്ള ചില പരിചയക്കാരുടെ സഹായത്തോടു കൂടിയിട്ട് അവർ തിരുപ്പൂരെത്തുന്നത്. അവിടെ എത്തി സ്വസ്ഥമായിട്ടൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് അവരെത്തിയത്. അങ്ങനെ അവർക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ലഭിക്കുകയും ചെയ്തു. തൂത്തുക്കുടിയിലുള്ള മുത്തയ്യാപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലോറി ഷെഡിലായിരുന്നു അവർക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ലഭിച്ചത്. സ്റ്റാർട്ടിങ് ടൈമിൽ ജോലി, ഇവരുടെ റൂം, ഇവരുടെ കാര്യങ്ങൾ, ആ ഒരു രീതിയിലായിരുന്നു ഇവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും കുറേ കാശ് ഉണ്ടാക്കണം, ലാവിഷായിട്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ എയിം. അങ്ങനെ ഇവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് വേറൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഇവരുടെ ലോറി ഷെഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഐസ് ഫാക്ടറി ഉണ്ട്. ആ ഒരു ഐസ് ഫാക്ടറിയിൽ 29 വയസ്സുള്ള എഡ്വിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും ഈ പറഞ്ഞ പോലെ തന്നെ ചായ കുടിക്കാനായിട്ട് പോകുമ്പോഴും അതേപോലെ തന്നെ ലഞ്ച് കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ പുറത്ത് പോകുന്ന സമയങ്ങളിൽ മീറ്റ് ചെയ്യാറുള്ളത് പതിവായിരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും ഇവർ 2 പേരും പരസ്പരം പരിചയപ്പെടുകയാണ്. അങ്ങനെ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ടൈമിൽ ഒരുമിച്ച് കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഇവർ പരിചയം പിന്നീട് സൗഹൃദമായിട്ട് മാറുകയാണ്. പിന്നെ ഫോൺ നമ്പറും കാര്യങ്ങളും എക്സ്ചേഞ്ച് ചെയ്തു. ഇവർ തമ്മിലിടക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. എന്തിനേറെ പറയുന്നു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു പരിചയം ഒരു പ്രണയമായിട്ട് മാറുകയായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇവർ ചെറിയ രീതിയിൽ ഒരു കല്യാണം കഴിച്ചു, ഒരുമിച്ച് താമസിക്കാനായിട്ട് തുടങ്ങി. 2 പേരും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ 2 പേരും ഒരുമിച്ച് വരും, വൈകുന്നേരം 2 പേരും ഒരുമിച്ച് പോകും. അങ്ങനെയായിരുന്നു ഇവരുടെ ഒരു റൊട്ടീനും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഈ ഒരു കവിത എഡ്വിനെക്കാട്ടിലും 3 വയസ്സിന് മൂത്തതായിരുന്നു കേട്ടോ. എന്നാൽ എഡ്വിൻ അതൊന്നും ഒരു വിഷയമായിരുന്നില്ല. ആളുടെ മൈൻഡിലുണ്ടായിരുന്നത് തനിക്ക് സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യയെ കിട്ടിയാലോ താൻ എന്തൊരു ഭാഗ്യവാനാണെന്നുള്ള കാര്യം മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്കിടയിൽ ഇഷ്യൂവും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത്. അതിൻ്റെ ഒരു കാരണം കവിത തന്നെയായിരുന്നു. കാരണം കവിത ഒരു ലോറി ഷെഡിലായിരുന്നല്ലോ ജോലി ചെയ്തിരുന്നത്. അവിടെ മെയിനായിട്ട് പുരുഷന്മാർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഇവർക്ക് വേറെ രീതിയിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പല പുരുഷന്മാരായിട്ടും ഇവർ വളരെ അടുത്തിടപഴകിയിരുന്നതായിട്ട് എഡ്വിന് മനസ്സിലാവാണ്.
സ്റ്റാർട്ടിങ് ടൈമിൽ ജസ്റ്റ് ഒരു സൗഹൃദം എന്നുള്ളൊരു നിലക്ക് തന്നെയായിരുന്നു എഡ്വിൻ കരുതിയിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത് ജസ്റ്റ് ഒരു സൗഹൃദമല്ല, സൗഹൃദത്തിനപ്പുറത്തോട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് ആൾക്ക് മനസ്സിലാകുന്നത്. എഡ്വിൻ ഇതിനെ പറ്റി കവിതയോട് തന്നെ ചോദിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അടി പതിവായിരുന്നു. ആ ഒരു സമയത്താണ് കവിത മുത്തുരാജ് എന്ന് പറയുന്ന ഇവരുടെ വേറെ ഹസ്ബൻഡ് ഉണ്ടല്ലോ ആളെ പരിചയപ്പെടുന്നത്. അങ്ങനെ ആളെ പരിചയപ്പെട്ടു, ആളായിട്ട് ഇതേപോലെ തന്നെ സൗഹൃദത്തിലായി, പിന്നെ പ്രണയത്തിലാവുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡ്വിനായിട്ടുള്ള ഇഷ്യൂവും കാര്യങ്ങളും വലുതാവാണ്. എഡ്വിൻ എത്രയൊക്കെ ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് അടുത്തിടപഴകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും കവിത അതിന് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകെപ്പാടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയി ലാസ്റ്റ് എഡ്വിനും അതേപോലെ തന്നെ ഈ ഒരു കവിതയും പിരിയാണ്. കവിത നേരെ ഒരു മുത്തുരാജിൻ്റെ കൂടെ പോവാണ് ഉണ്ടായത്. അങ്ങനെ അവർ രണ്ടുപേരും വിവാഹം കഴിച്ചിങ്ങേറ്റ് ജീവിക്കാനും തുടങ്ങി. എന്നാൽ അതിനുശേഷം ലോറി ഷെഡിലുള്ള ബാക്കിയുള്ള ആളുകളായിട്ട് സംസാരിക്കുന്നതും അടുത്തിടപഴകുന്നതും നിർത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു. മുത്തുരാജും കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഈ ഒരു കാര്യം അറിയാണ്. ഇതിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും അവർക്കിടയിൽ ഉണ്ടാവുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നുള്ളത് ഇയാൾ പറയാണ്. എന്നാൽ ഇയാൾ പറയുന്നതൊന്നും കേൾക്കാൻ കവിത തയ്യാറായിരുന്നില്ല. കവിത എപ്പോഴും തൻ്റെ പുരുഷ സുഹൃത്തുക്കളുമായിട്ട് വളരെ അടുത്ത ബന്ധം കീപ്പ് ചെയ്തു പോന്നിരുന്നു. എന്നാൽ മുത്തുരാജക്ക് അത് തീരെ ഇഷ്ടാവാതെ വന്നപ്പോൾ അയാൾ സ്ഥിരമായിട്ട് ഭാര്യ അടിക്കാനും മറ്റുമൊക്കെ തുടങ്ങി. ആ ഒരു സമയത്ത് അവർക്ക് പല പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നല്ലോ. അതിലൊരാളായിരുന്നു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള കറുപ്പുസ്വാമി. അങ്ങനെ ആ കറുപ്പുസ്വാമിയുടെ അടുത്ത് ഇവർ തൻ്റെ വിഷമങ്ങളൊക്കെ പറയാണ്. ഹസ്ബൻഡിനായിട്ട് സ്ഥിരം പ്രശ്നമാണ്. ഹസ്ബൻഡ് ഡെയിലി കുടിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ ഉപദ്രവിക്കുകയാണ്. എനിക്ക് അയാളായിട്ടുള്ള ജീവിതം മടുത്തു, എനിക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കറുപ്പുസ്വാമി ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ കൂടെ വന്നൂടെ എന്നുള്ളത്. ഇതിനോടകം തന്നെ ആ ഒരു സ്ത്രീയുടെ ഭംഗിയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് ആകൃഷ്ടനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ഭാര്യയായിട്ട് കിട്ടിയിട്ട് ആ ഒരു സ്ത്രീയുടെ കൂടെ ജീവിക്കണം എന്നുള്ളതായിരുന്നു ആളുടെ ആ സമയത്തൊരു ആഗ്രഹം. അങ്ങനെ ഈ ഒരു വിഷയം ഈ സ്ത്രീയുടെ അടുത്ത് അയാൾ അവതരിപ്പിക്കുകയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ കവിത ഓക്കെ പറയുന്നൊരു സിറ്റുവേഷനും ആയിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് മുത്തുരാജ എന്ന് പറയുന്ന അടുത്ത ഹസ്ബൻഡിനെയും വിട്ടിങ്ങായിട്ട് ഈ ഒരു കറുപ്പുസ്വാമിയുടെ കൂടെ കവിത പോകുന്നത്. ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് 2 ദിവസം മുൻപ്, അതായത് നവംബർ 7-ാം തീയതിയാണ് അവിടെ ഒരു വാടക വീട് എടുത്തിട്ട് ഇവർ രണ്ടുപേരും കൂടെയും താമസം തുടങ്ങുന്നത്. ഹൗസ് ഓണറുടെ അടുത്തും നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുള്ള ഒരു രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കറുപ്പുസ്വാമി വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭാര്യ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോകുമെന്നുള്ളതായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും തന്നെ സ്മൂത്തായിട്ടല്ല പോയത്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസം തുടങ്ങിയല്ലോ. അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം കവിത ഫോണിലാണ്. ആ 2 ദിവസവും ഫുൾ ടൈം കവിത ഫോണിലായിരുന്നു. ഓരോ ആളുകൾ മാറി 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 ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു കോള് വന്ന സമയത്ത് ഇയാൾ ചോദിക്കുകയാണ്, കുറേ നേരം ആയല്ലോ ആരാണെന്നുള്ളത്. അപ്പോൾ കറുപ്പുസ്വാമിയുടെ അടുത്ത് ഈ കവിത പറഞ്ഞു, ഇതെൻ്റെ ബ്രദറാണ് വിളിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഒരു കോള് കഴിഞ്ഞ് അടുത്ത കോള് വന്നപ്പോൾ ഇതേപോലെ തന്നെ മാമനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത കോള് വന്നപ്പോൾ കസിനാണെന്ന് പറഞ്ഞു, ചിറ്റപ്പനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ ബന്ധുക്കൾ ഇങ്ങനെ മാറി മാറി വിളിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇവർക്കാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കോളും വരുന്നുണ്ട്. 2 ദിവസമായിട്ട് ഇത് തന്നെ പരിപാടിയായപ്പോൾ കറുപ്പുസ്വാമിക്ക് ആകപ്പാടെ ദേഷ്യം വന്നു തുടങ്ങി. ആരാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ബന്ധുക്കളാണെന്ന് പറയും. എന്നാൽ ഇയാൾ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംസാരം ശ്രദ്ധിക്കുന്നതിൽ നിന്ന് ഇയാൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ബന്ധുക്കളല്ല എന്നുള്ളതാണ്. കാരണം ബന്ധുക്കളുടെ അടുത്ത് ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഏതോ പുരുഷന്മാരാണെന്നുള്ള കാര്യം ആൾക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഈ ഒരു ദേഷ്യം കൂടി വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഡയറക്റ്റായിട്ട് കറുപ്പുസ്വാമി ഈ ഒരു കാര്യം കവിതയുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ അടി ഉണ്ടാവുകയാണ്. ആ ഒരു അടി വലിയ രീതിയിലുള്ള ഒരു അടിയായിട്ട് മാറുകയാണ്. ലാസ്റ്റ് കറുപ്പുസ്വാമിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കട്ടയെടുത്ത് കയറ്റി ഈ സ്ത്രീയുടെ തലക്കടിക്കുകയായിരുന്നു. ജസ്റ്റ് തലക്ക് മാത്രമുള്ള അടിയിൽ നിർത്തിയില്ല, വീണ്ടും പല തരത്തിൽ ആ ഒരു സ്ത്രീയെ കട്ട വെച്ച് അടിച്ച് കൊല്ലാറാക്കി. അപ്പോൾ ഇതിനും ഫുള്ള് ബ്ലഡിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അങ്ങനെ കവിത അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ കറുപ്പുസ്വാമി വിട്ടില്ല. പിന്നാലെ ചെന്ന് ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് ആൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളതായി ആളുടെ ഒരു ചിന്ത. ഇനി ഇവിടെ അധികം നേരം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എന്തായാലും പെടും എന്നുള്ളൊരു കാര്യം ആൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആ കാര്യം ആൾ തീരുമാനിക്കുകയാണ്. എന്നാൽ അതിന് മുൻപ് ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന മണ്ണെണ്ണ എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ദേഹത്ത് മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരെ തിരുപ്പൂരോട്ട് സ്ഥലം വിടുകയും ചെയ്തു. എന്താണെങ്കിലും പോലീസുകാർ വളരെ പെട്ടെന്ന് തൻ്റെ പിന്നാലെ വരില്ല എന്നുള്ളൊരു കാര്യം ഇയാൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ വളരെ കാര്യക്ഷമമായിട്ട് കേസ് അന്വേഷിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആളിപ്പോൾ ജയിലിലാണ് ഉള്ളത്. പിന്നെ ഈ ഒരു കേസിൽ ഈ കറുപ്പുസ്വാമിനെ പിടികൂടുന്നതിന് മുൻപ് എഡ്വിനെ പോലീസുകാർ ഒന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു.
കാരണം എഡ്വിന് കവിതയുടെ അടുത്തുള്ള ആ ഒരു ദേഷ്യം ഭയങ്കരമായിട്ടുള്ള പ്രകടമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. എഡ്വിൻ്റെ പല സുഹൃത്തുക്കൾക്കും അതേപോലെ തന്നെ ആ ഒരു ഐസ് ഫാക്ടറിയിൽ ഉണ്ടായിരുന്നവർക്കും ആ ഒരു ലോറി ഷെഡിൽ വരുന്ന ആളുകൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എഡ്വിനും ആ ഒരു കവിതയും തമ്മിലുള്ള ഇഷ്യൂ. സോ ഇയാൾ ഈ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് എഡ്വിനും അതിനും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് ആളെ വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.